നമസ്കാരം, എല്ലാവർക്കും രശ്മി സാര റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചെറുപയർ കറീൻ്റെയും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മട്ടേരി പുട്ടിൻ്റെയും റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ ഒരു പുട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് അരി നമുക്ക് നനയ്ക്കുക, കുഴയ്ക്കുക, അതുപോലെ തന്നെ വറുത്തെടുക്കേണ്ട ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മട്ടേരിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന കുത്തരി. ഇനി ഇത് 2-3 തവണ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നല്ല വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് മാറ്റി വെക്കാം. അരി രാത്രി മുഴുവൻ കുതിർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ നമുക്ക് എടുത്തിട്ട് പൊടിച്ച് അപ്പം തന്നെ പുട്ടുണ്ടാക്കിയെടുക്കാം. ഇനി അഥവാ അരി ഇതുപോലെ കുതിർത്തി വെക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു 3 മണിക്കൂറൊക്കെ നല്ല ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ട് അരി നന്നായിട്ടൊന്ന് കുതിർത്തിയെടുക്കുക. എന്നിട്ട് പുട്ടുണ്ടാക്കിയെടുത്താൽ മതി. ഇതിപ്പോൾ രാത്രി മുഴുവൻ കുതിർത്തിയെടുത്തിരിക്കുന്ന അരിയാണ്. ഇനി ഇതിലെ വെള്ളം ഒന്ന് കളയാനായിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് വെക്കാം. 10 മിനിറ്റ് ഇതുപോലെ അരിപ്പയിൽ ഇട്ട് വെച്ചാൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. 1 കപ്പ് അരിയായിരുന്നു വെള്ളത്തിലിട്ടത്. അപ്പോൾ 2 തവണയായിട്ട് അടിച്ചെടുക്കേണ്ടി വരും. മിക്സിന്റെ ചെറിയ ജാറിൽ അടിച്ചെടുക്കുമ്പോഴായിരിക്കും നമുക്ക് നല്ല പാകത്തിനുള്ള പുട്ടുപൊടി കിട്ടുക. പുട്ടിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്. 2 തവണയായിട്ട് അടിച്ചെടുക്കുന്നതുകൊണ്ട് 1/4 ടീസ്പൂണിന്റെ പകുതി ആദ്യം പൊടിക്കുന്നതിന്റെ കൂടെയും രണ്ടാമത് പൊടിക്കുന്ന സമയത്ത് 1/4 ടീസ്പൂണിന്റെ പകുതി ഉപ്പും കൂടെ ചേർത്തിട്ട് പൊടിച്ചെടുക്കുകയാണ്. മൊത്തം 1/4 ടീസ്പൂൺ ഉപ്പേ ഉപയോഗിക്കുന്നുള്ളൂ. അരി നമ്മൾ സാധാരണ പുട്ടുപൊടി ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ തന്നെ തരിയോട് കൂടിയിട്ട് പൊടിച്ചെടുക്കുക. ഇനി ഈ പൊടി നനച്ചെടുക്കേണ്ടതോ അതുപോലെ കുഴയ്ക്കുകയോ വറുത്തെടുക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതേപോലെ തന്നെ പുട്ടുണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ നേരത്തെ അരി പൊടിക്കുന്ന സമയത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. പൊടിച്ചെടുത്തിരിക്കുന്ന പൊടി കൈകൊണ്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഉരുണ്ടും കിട്ടണം. അതുപോലെ കൈകൊണ്ട് പൊടിക്കുന്ന സമയത്ത് ഇതുപോലെ പൊടിഞ്ഞും വരണം. ഇതാണ് പുട്ടുപൊടിന്റെ പാകം എന്ന് പറയുന്നത്. അരി പൊടിച്ചു കഴിയുമ്പോൾ തന്നെ പുട്ടുപൊടിക്ക് പാകത്തിനുള്ള നനവുണ്ടാവും. ഇനി അഥവാ നനവ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം കുറച്ച് വെള്ളം തളിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് പാകത്തിന് കുഴച്ചെടുത്താൽ മതി. ഇനി സാധാരണ പുട്ടുണ്ടാക്കിയെടുക്കുന്നത് പോലെ തന്നെ പുട്ടുകുറ്റിയിലേക്ക് ആദ്യം പുട്ടുകുറ്റിയിൽ ഇട്ട് കൊടുക്കാം. അതിന് മുകളിലേക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം. അതിന് മുകളിലേക്ക് വീണ്ടും 2-3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും പിന്നെ വീണ്ടും തേങ്ങ അരിപ്പൊടി ഇട്ടിട്ട് പുട്ടുകുറ്റി ഫില്ല് ചെയ്തെടുക്കുക. പൊടിച്ചെടുത്തിരിക്കുന്ന പൊടി ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചിട്ട് പിന്നെ പുട്ടുണ്ടാക്കുന്ന സമയത്ത് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് ഒന്ന് തണുപ്പ് മാറിയതിന് ശേഷം പുട്ടുണ്ടാക്കിയെടുക്കാം. ഇനി പുട്ടുകുടത്തിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് വെള്ളം ചൂടായി വരാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിന് മുകളിലേക്ക് പുട്ടും തേങ്ങയും ഫില്ല് ചെയ്തിരിക്കുന്ന പുട്ടുകുറ്റി വെച്ച് കൊടുക്കാം. പുട്ടുകുറ്റിക്ക് മുകളിലൂടെ ആവി വന്നതിന് ശേഷം 5 മിനിറ്റും കൂടി ഒന്ന് പുട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രുചികരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു തവീൻ്റെ എന്തെങ്കിലും ബാക്ക് ഭാഗം വെച്ചിട്ട് നമുക്ക് പുട്ട് കുത്തിയെടുക്കാം. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചെറുപയർ കറീൻ്റെ റെസിപ്പിയും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ചെറുപയർ രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിരിക്കുന്നതാണിത്. പയർ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിന് മാത്രമല്ല പയറിൽ അടങ്ങിയിരിക്കുന്ന ഫൈറ്റിക് ആസിഡൊക്കെ വെള്ളത്തിൽ അലിഞ്ഞു പോയിട്ട് നമ്മൾ കഴിക്കുന്ന മറ്റു ഭക്ഷണങ്ങളിൽ നിന്നുള്ള ഇരുമ്പിൻ്റെ ആഗിരണം നന്നായിട്ട് നടക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് പയർ കുതിർത്തിയിടുന്നത്. കുതിർത്തിയ പയറിനെ വേവിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടിയും 1 പച്ചമുളകും 2 വെളുത്തുള്ളി അരിഞ്ഞതും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. അതേപോലെ പയർ വേവുന്നതിന് ആവശ്യമായിട്ടുള്ള 3 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. 3 കപ്പ് വെള്ളം കുറച്ച് കൂടുതലാണ്. കറിയായി വരുമ്പോഴേക്കും ഇത് പാകത്തിനുള്ള ഒരു ചാറിനുള്ള വെള്ളം ഉണ്ടാവും. ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് പയറൊന്ന് വേവിച്ചെടുക്കാം. കുതിർത്തെടുത്തിരിക്കുന്ന പയറായതുകൊണ്ട് തന്നെ 1 വിസിലിന്റെ ആവശ്യമുള്ളൂ. 1 വിസിൽ തന്നെ മുഴുവൻ വെക്കേണ്ട ആവശ്യമില്ല. പ്രഷർ മുഴുവൻ പോകുന്നതിന് മുമ്പായിട്ട് പ്രഷർ തട്ടിക്കളഞ്ഞിട്ട് നമുക്ക് കുക്കർ തുറന്നു നോക്കാം. പയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കൂടുതൽ വെന്തായാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് കറിയാക്കി എടുക്കാനുള്ളതാണ്. ഇനി കുതിർക്കാത്ത പയറാണ് വേവിക്കേണ്ടതെങ്കിൽ പയർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 4-5 വിസിൽ വേണ്ടിവരും പയർ നന്നായിട്ട് വെന്ത് കിട്ടാൻ. ഇനി കറിയിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം. ഇതിനായിട്ട് 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 5 ടേബിൾ സ്പൂൺ തേങ്ങ. ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള 2 പച്ചമുളകും 2 കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കറിക്ക് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂണിന്റെ പകുതി മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്തിട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതോടെ മാറ്റി വെച്ചിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 5 ചെറിയുള്ളി
കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 വെളുത്തുള്ളി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും നമുക്ക് ഈ വെളുത്തുള്ളി തേങ്ങ അരയ്ക്കുന്നതിൻ്റെ കൂടെ ഒരു വെളുത്തുള്ളി ചേർത്തിട്ട് അരച്ചെടുക്കാം. പക്ഷേ വെളുത്തുള്ളി ഇച്ചിരി കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി പിന്നെ ഒന്നിനും കൊള്ളില്ല. അതുകൊണ്ട് ഇതേപോലെ നമ്മൾ കടുക് ചേർക്കുന്ന സമയത്ത് വെളുത്തുള്ളി അരിഞ്ഞിട്ടാലും വെളുത്തുള്ളിൻ്റെ നല്ലൊരു ടേസ്റ്റ് നമ്മൾ കറിക്ക് കിട്ടിക്കോളും. ഇതുകൂടാതെ നമ്മൾ പയർ വേവിക്കുന്ന സമയത്തും അതിലേക്കും 2 വെളുത്തുള്ളി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് 2-3 വറ്റൽമുളക് മുറിച്ചതും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് പൊടിയൊന്നും കരിഞ്ഞു പോകാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ജാറിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അരപ്പ് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം. വേവിച്ച പയറിലേക്ക് അരപ്പ് ചേർത്തിട്ട് തിളപ്പിച്ചെടുത്താലും മതി. പക്ഷെ ഞാനിങ്ങനെയാണ് ചെയ്യാറ്. ഈ ഒരു സമയത്ത് കറിക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ഉണ്ടോ എന്ന് നോക്കാം. ഉപ്പ് ഇച്ചിരി കുറവാണ്, അതുകൊണ്ട് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കറി നന്നായിട്ട് തിളച്ച് വരട്ടെ. കൂടുതൽ വെള്ളം ചേർത്തിട്ട് പയർ വേവിച്ചതുകൊണ്ട് അധികം വെള്ളം പിന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. അരപ്പിൻ്റെ കൂടെയും 1 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ചാറോട് കൂടിയിട്ടുള്ള കറിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി കറി നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് മൂടി വെക്കുക. എന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കറി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് പുട്ടിൻ്റെ കൂടെ ഉപയോഗിക്കാം. തേങ്ങ അരയ്ക്കാതെയും ചെറുപയർ കറി നമുക്ക് മസാലക്കറിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ ഇതേപോലെ തേങ്ങ ചേർത്തിട്ട് ഹെൽത്തി ആയിട്ട് ചെറുകറി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. അതിൻ്റെ കൂടെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണം. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ ഇതേപോലെയുള്ള നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.